നമ്മളിപ്പോ ഈ ഭാഗവത ധ്യാനത്തിലൂടെ ഭഗവത് ലീലയിൽ രാസലീല വരെയുള്ള കഥാഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞത്. ഈ കഥാഭാഗത്തിലാണ് അഞ്ചാമത്തെ ദിവസത്തിലെ കഥാഭാഗങ്ങളെ ഞാൻ സപ്തായജ്ഞം നടത്തുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കാറ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കഥാഭാഗങ്ങളിൽ നിന്നും നമുക്ക് ബോധിക്കേണ്ടതായിരിക്കുന്ന അതിൻ്റെ ആത്മീയ തത്വങ്ങൾ, ആത്മീയ രഹസ്യങ്ങളെ വളരെ സംക്ഷിപ്തമായിട്ട് ചെറുതായിട്ട് ഈ അവസരത്തിൽ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നമ്മളിവിടെ 19ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പ്രലംബാസുര നിഗ്രഹത്തിൻ്റെ കഥയിലെ തത്വം വരെയാണ് താത്വികമായിട്ടുള്ള അതിൻ്റെ തത്വം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ രാസലീലയിലൂടെ അവസാനത്തെ അധ്യായമായ 33ാമത്തെ അധ്യായത്തിലെ കഥകൾ വരെ പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇനി 19ാമത്തെ അധ്യായം മുതൽ 33ാമത്തെ അധ്യായം കൂടിയുള്ള ഭാഗങ്ങളിലെ തത്വത്തെ വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അതിലെ 19ാമത്തെ അധ്യായത്തിലെ ദാവാഗ്നിപാനം എന്നുള്ള ലീലയാണ്. കഥകൾ നമ്മളിവിടെ വിശദമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ തത്വം പറയുന്ന സന്ദർഭത്തിൽ ആ കഥകളെ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ചെറിയ രൂപം പറഞ്ഞ് അതിൻ്റെ തത്വത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ദാവാഗ്നി പാനത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത് പശുക്കള് പുല്ല് നോക്കി ഇഷീകാടവിയിൽ പെട്ട് തിരഞ്ഞുപോയ കുട്ടികളും ആ കാട്ടിൽ അകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. ആ സന്ദർഭത്തിൽ 4 പുറവും തീ പിടിച്ചു. അവരെല്ലാവരും ഭഗവാനെ വിളിച്ചു കരഞ്ഞു. ഭഗവത് നിർദ്ദേശത്താൽ അവരെല്ലാവരും കണ്ണടച്ചു. കണ്ണു തുറന്നപ്പോൾ ഭഗവാനോടും കൂടി അവർ ഭാണ്ഡീരക വൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് അതിലെ കഥ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോ ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, പശുക്കള് ഗ്രീഷ്മകാലത്ത് പുല്ല് തേടി പോകും പോലെയാണ് വിവേകമില്ലാത്തവര് സംസാര വിഷയങ്ങളിൽപ്പെട്ട് നശിക്കുന്നത് എന്നൊരു ആന്തരികമായിരിക്കുന്ന ആത്മീയ തത്വമാണ് നമുക്കവിടെ അറിയുവാനുള്ളത്. ഇപ്പൊ പശുവിനെക്കുറിച്ച് ശാസ്ത്രങ്ങൾ പറഞ്ഞ വിദ്യാവിഹീന പശു എന്നാണ്. വിദ്യ എന്ന് വെച്ചാൽ അറിയേണ്ടതായിരിക്കുന്ന അറിവില്ലാത്ത ജീവൻ, അതാണ് പശു എന്ന് പറയുന്നത്. അപ്പോ വിദ്യ ഇല്ലാത്തതായിരിക്കുന്ന ഈ പശുക്കള്, ഇനിയിപ്പോ 4 കാലി പശുക്കൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നു? അവര് അവരുടെ വിശപ്പും ദാഹവും തീർക്കുവാൻ വേണ്ടി പുല്ലും വെള്ളവും തേടി അന്ധമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം തന്നെയാണ് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതിൻ്റെ ആകത്തുകയായ സ്ത്രീയും പുരുഷനും അവർക്ക് പരസ്പരമുള്ള അവരുടെ ആസക്തി, ആ വിഷയങ്ങളെ അനുഭവിച്ച് തീർക്കുവാനുള്ള കൊതി, അത് കാരണം അവർ അന്ധമായിട്ട് വിഷയങ്ങളിൽ ചെന്ന് പെട്ട് അവർ ഭ്രമിക്കുകയാണ്, അതായത് നശിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു തത്വമാണ് നമുക്കിവിടെ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് പകലുണ്ടായ അഗ്നിയാണ്. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ പകലും രാത്രിയിലും വിഷയത്തിന് വേണ്ടി അലയുകയാണ്. പകലെന്തിനാ? പണത്തിന് വേണ്ടി. രാത്രിയിലോ സുഖത്തിനു വേണ്ടി. ഈ പെടാപേടാണ് ഇവിടെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പണം ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ അവന് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ഏത് ഭക്ഷണം കഴിച്ചാലാണോ, ഏത് ജലം കുടിച്ചാലാണോ, അതുപോലെ ഏതൊരു രൂപ നാമം, അതിനെ ശബ്ദ, സ്പർശ, രൂപരസ, ഗന്ധങ്ങളാകുന്ന ഏതൊരു വിഷയത്തെ അനുഭവിച്ചാലാണോ തനിക്ക് സുഖം ലഭിക്കുക, ആ സുഖം അവൻ ധരിച്ചു വശാക്കിയിരിക്കുന്ന ആ സുഖത്തെ അനുഭവിക്കാൻ വേണ്ടി അവൻ രാത്രിയിലും, പകല് ആ സുഖത്തെ അനുഭവിക്കാൻ വേണ്ടിയുള്ള ധനം ആർജിക്കുവാൻ വേണ്ടി പകലും കർമ്മം ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ പകലും രാത്രിയിലും സുഖത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, അധർമ്മവും ധർമ്മവും എല്ലാം വഴിയായിട്ട് മനുഷ്യൻ മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന രംഗമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.
അപ്പൊ അജ്ഞാനത്തോടുകൂടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണ്? സർവനാശമാണ്. അവരുടെ ജീവിതത്തിലെ വിജയമല്ല പരാജയവും, അതുപോലെ സങ്കടവും, അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള ആപത്തുകളും അവരെ ബാധിക്കും. അതാണ് ഇവിടെ പശുക്കളെ അവരുടെ നാല് പുറത്തും എന്താണ് പെട്ടെന്ന് തീയുണ്ടായി. പക്ഷേ എന്ത് സംഭവിച്ചു? അവരെല്ലാവരും ദാവാഗ്നിയിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നാമം വിളിച്ചു കരഞ്ഞപ്പോൾ ദാവാഗ്നിയിൽ നിന്നും മോചിച്ചു. എന്നുവെച്ചാൽ നാമത്താൽ വിരക്കിരി, ഈശ്വരനാമം, ഗുരു ഉപദേശിച്ചിരിക്കുന്ന മന്ത്രത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നാണം വിട്ട് ലജ്ജ വിട്ട് നമ്മൾ ഉറക്കെ പ്രാർത്ഥിച്ച് അതിനെ ജപിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ദാവാഗ്നിയിൽ നിന്നും, എന്ന് വെച്ചാൽ ഈ സംസാര ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചിക്കുവാൻ കഴിയില്ല. കാരണം ഗൃഹമോ അതുപോലെ ഭാര്യയോ മക്കളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം, അവയിലുള്ള ആസക്തിയാണ്. അപ്പൊ ആസക്തി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിയായിരിക്കുന്ന ആസക്തി ഈശ്വരനിൽ ഉണ്ടാകണം. ഈശ്വരനിൽ ഉണ്ടാകുന്ന ആസക്തിയാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് യഥാർത്ഥ ഭക്തി അങ്ങോട്ടുണ്ടായപ്പോഴോ ഇവര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ നാമത്താൽ വിളിച്ചപ്പോ ഭഗവാൻ അവരുടെ കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാലോ ബഹിർമുഖ ദൃഷ്ടി, എന്ന് വെച്ചാൽ കണ്ണ് കാണുന്ന രൂപത്തിന് പിറകും, ചെവി കേൾക്കുന്ന ശബ്ദത്തിന് പിറകും, മൂക്ക് മണക്കുന്ന മണത്തിന് പിറകും, നാവ് രുചിക്കുന്ന രസത്തിന് പിറകും, അതുപോലെ ത്വക്ക് സ്പർശിക്കുന്ന സ്പർശത്തിന് പിറകും, ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും അതാതിൻ്റെതായിരിക്കുന്ന വിഷയത്തിലേക്ക് അന്ധമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രേരകമായിട്ടിരിക്കുന്ന മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവുമാണ്. അങ്ങനെയുള്ള അന്ധക്കരണത്തെ അന്തർമുഖമാക്കി. അതാണ് കണ്ണടയ്ക്കാൻ ഭഗവാൻ പറഞ്ഞു എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളിവിടെ കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയത്തിൽ നിന്നും നമ്മൾ ഉൾവരുന്നു. അപ്പോഴോ അന്തർമുഖമായപ്പോഴോ അങ്ങനെ അവർ സ്വരൂപം, തൻ്റെ സ്വന്തം നിജഭാവമായിരിക്കുന്ന ആനന്ദത്തെ അനുഭവിച്ചു. ആ സന്ദർഭത്തിലോ ഭഗവാൻ കണ്ണ് തുറക്കാൻ പറയുകയാണ്. അപ്പൊ നമ്മുടെ സ്വരൂപജ്ഞാനത്തിന് ശേഷം, അതായത് ആത്മജ്ഞാനത്തിന് ശേഷം, ആത്മാവബോധത്തിന് ശേഷം നമ്മൾ കണ്ണു തുറന്നാലോ ഈ സംസാരം നമ്മളെ പൊള്ളിക്കില്ല. അതായത് ഉള്ളതായിട്ട് നമുക്ക് തോന്നില്ല. അല്ലെങ്കിലോ നമുക്ക് ഭർത്താവിൽ നിന്നും, അതുപോലെ ഭാര്യയിൽ നിന്നും, അതുപോലെ മക്കളിൽ നിന്നും, അതുപോലെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നും, അതുപോലെ ഗുരുശിഷ്യന്മാരായിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുക. നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ആത്മാവബോധം ദൃഢമായിട്ടില്ലെങ്കിൽ, ബോധിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ബന്ധുമിത്രാദി ബന്ധങ്ങളിൽ നിന്നും നമുക്ക് ദുഃഖമാണ് ഉണ്ടാവുക. നേരെ മറിച്ച് നമുക്ക് ആ ഈശ്വരജ്ഞാനത്തിന് ശേഷം, ഗുരുകൃപയോടുകൂടി ആ ആത്മജ്ഞാനം ബോധിച്ചതിന് ശേഷം നമ്മൾ ഈ കൺ തുറന്നും ഈ ലോകത്തിലെ ജീവിതത്തിൽ ഏർപ്പെട്ടാലോ നമുക്ക് ഇവിടെ നിന്ന് ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും അതുപോലെ ആപത്തുകളും അപകടങ്ങളും ഉണ്ടായാലും അവയൊന്നും നമ്മെ ദുഃഖിപ്പിക്കുകയില്ല. കാരണം ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ മക്കളിൽ നിന്നോ സ്വന്തങ്ങളായിരിക്കുന്ന മറ്റ് ജനങ്ങളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ക്ലേശം നമുക്ക് ഉണ്ടാവുകയാണെങ്കിലും അതിനെ നമുക്ക് സഹിക്കുവാനും അതിൽ നമുക്ക് തളരാതെ അവരെയും നമുക്ക് സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു താല്പര്യത്തെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി പിന്നീട് ഋതുക്കളെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് പിന്നീടത്തെ അധ്യായത്തിൽ നമ്മൾ കഥകളായിട്ട് ശ്രദ്ധിച്ചത്. നമുക്ക് പ്രധാനമായിട്ട് 6 ഋതുക്കളാണ് ഉള്ളത്. ആ 6 ഋതുക്കളിൽ നമ്മുടെ 12 മാസങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ വർഷ ഋതുവില് കർക്കിടകവും ചിങ്ങമാസവും വരുന്നു. ഗ്രീഷ്മ ഋതുവില് ഇടവമാസവും മിഥുനമാസവും വരുന്നു. ഹേമന്ത ഋതുവില് വൃശ്ചിക മാസവും ധനുമാസവും വരുന്നു. ശിശിര ഋതുവില് മകരമാസവും കുംഭമാസവും വരുന്നു. വസന്ത ഋതുവില് മീനമാസവും മേടമാസവും വരുന്നു. അപ്പോ വർഷ ഋതുവിലെ ആ അവസ്ഥയെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്
ചെയ്യുന്നത്. അതായത് മഴക്കാലത്തെ കാണുന്ന നീലമേഘങ്ങൾ, ആ നീലമേഘങ്ങളെ കാണുമ്പോൾ എന്താണ്? അത് കൃഷ്ണവർണം, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നിറത്തെ, വർണ്ണത്തെ അല്ലെ. ഇപ്പൊ നമ്മുടെ ഈ ഭൂലോകത്തില്, ഭൂമിയില് 5 നിറത്തിലുള്ള മനുഷ്യരുണ്ട് എന്നാ പറയുന്നത്. 5 നിറത്തിലുള്ള മനുഷ്യര്. അതിൽ ഏഷ്യൻ, അതുപോലെ ചൈനീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, മഞ്ഞ, വെളുപ്പ്, കറുപ്പ്, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 5 നിറത്തിൽ കറുപ്പ്. അപ്പൊ ഇവിടെ കൃഷ്ണന്റെ നിറം എന്തായിരുന്നു പറയുന്നത്? ഈ നീലമേഘവർണ്ണം, ആ മഴക്കാലത്ത് കാണുന്ന മേഘവർണ്ണമായിരുന്നു എന്നാണ് നമുക്ക് ആ മേഘങ്ങളുടെ നിറം കാണുമ്പോൾ നമുക്ക് ആ പരിപൂർണമായിട്ട് അവതാരം ചെയ്ത ശ്രീകൃഷ്ണനെ ഓർക്കുവാൻ സാധിക്കണം. അവിടെ ആ ഇടിമിന്നൽ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? ഇടിവെട്ടും അവിടെ മിന്നൽ, വെളിച്ചം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത് ഭഗവാന്റെ പീതാംബരത്തെ, അതായത് ഭഗവാന്റെ വസ്ത്രത്തിന്റെ നിറമായിട്ട്, ആ ഒരു മഞ്ഞ നിറമായിട്ടാണല്ലോ മിന്നൽ വെളിച്ചം നമ്മൾ കാണുന്നത്. അതിനെ അങ്ങനെ തിരിച്ചറിയണം. അപ്പൊ ഇവിടെ ആ സമയത്ത് വെള്ളം കൂടിയിട്ടോ നദിയിൽ കവിഞ്ഞൊഴുകുന്നുണ്ട്, നദികള് കര കവിഞ്ഞൊഴുകുന്നുണ്ട്. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ലോകത്തിലെ വിഷയങ്ങളിൽ ആസക്തരായിരിക്കുന്ന, അനിയന്ത്രിതമായിരിക്കുന്ന വ്യക്തികളുടെ മനസ്സുപോലെ ഈ നദികൾ കര കവിഞ്ഞൊഴുകുന്നു എന്നാണ്. പിന്നെ എന്താണ്? ചന്ദ്രൻ കാർമേഘത്താൽ മൂടുന്നുണ്ട് അല്ലേ? മഴക്കാറൊക്കെ ഉണ്ടാകുമ്പോൾ അതെന്താണ്? അഹങ്കാരം ആത്മഭാവത്തെ മറയ്ക്കുന്നു എന്നുള്ള തത്വമാണ്. അമ്പളയാൻ ഞാൻ ആരാണെന്നറിയോ? ഞാൻ മന്ത്രിയാണ്, ഞാൻ തന്ത്രിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഞാൻ വാനപ്രസ്ഥനാണ്, സന്യാസിയാണ്, ഞാനാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അഹങ്കരിക്കുന്നുണ്ടല്ലോ. ആ അഹങ്കാരം അങ്ങോട്ട് ഉണ്ടാകുമ്പോഴോ യഥാർത്ഥ ഞാൻ എന്നുള്ള ആ അസ്തിത്വം, നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ഉണ്മ, അതിനെ നമ്മൾ അങ്ങോട്ട് മറക്കും. യഥാർത്ഥമായിരിക്കുന്ന നമ്മുടെ സത്തയെ, ആത്മചൈതന്യത്തെ നമ്മൾ വിസ്മരിക്കും. അപ്പോഴോ അതാണ് ഈ കാർമേഘത്താൽ അവിടെ ചന്ദ്രൻ മൂടുന്ന അവസ്ഥയെ കാണിക്കുന്നത്. പിന്നെ എന്താണ്? ഈ കാർമേഘം കാണുമ്പോൾ മയിൽ നൃത്തം വെക്കുന്നതായിട്ട് പറയുന്നു. അതെന്താണ്? സജ്ജനങ്ങളെ കാണുമ്പോൾ ദുഃഖിത ഗ്രഹത്തിന്റെ മനസ്സിൽ വികാസമുണ്ടാകും. ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഗുരുജനങ്ങളെയും, അതുപോലെ സന്യാസിമാരെയും, അതുപോലെ സജ്ജനങ്ങൾ, യഥാർത്ഥമായിട്ട് ഈശ്വരോപാസന ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ ദുഃഖിച്ച് ജീവിക്കുന്ന ഗൃഹസ്ഥ ഭക്തന്മാർക്ക്, ഗൃഹസ്ഥകൾക്കൊക്കെ എന്താണ്? മനസ്സിൽ സന്തോഷമുണ്ടാകും. അവരുടെ മനസ്സങ്ങോട്ട് വികസിക്കും. അപ്പൊ വികസിക്കുമ്പോൾ എന്താണ്? ആനന്ദം, നൃത്തം. അപ്പൊ അതിന്റെ സൂചനയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് ശരത്കാലത്തിന്റെ വിശദീകരണം ചെയ്യാണ്. അതായത് ശരത്കാലം, നമ്മൾ 6 ഋതുക്കളിൽ 5 ഋതുക്കളെയാണ് ഇപ്പൊ നമ്മൾ മുമ്പിൽ പറഞ്ഞത്. അതിലിവിടെ കർക്കിടകം എന്ന് വെച്ചാൽ നമ്മുടെ വർഷ ഋതുവിന്റെ താല്പര്യത്തെയാണ് ഇവിടെ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഭാഗവതത്തിൽ. പിന്നീട് വ്യക്തമാക്കുന്നത് ശരത്കാലത്തെയാണ്. ശരത്കാലത്തിൽ കന്നിമാസവും തുലാമാസവും വരുന്നു. അപ്പൊ അവിടെ എന്താണ്? തെളിഞ്ഞ ആകാശമാണ്. ആ തെളിഞ്ഞ ആകാശം എന്തിന്റെ പ്രതീകമായിട്ട് കാണുന്നു? ഭാഗവതന്മാരുടെ ഹൃദയം പോൽ നിർമ്മലം. ഭാഗവതന്മാരെ എന്നുവെച്ചാൽ ഭഗവാന്റെ നാമം ജപിച്ചും മറ്റുള്ളവരെ കൊണ്ട് ജപിപ്പിച്ചും, അതുപോലെ നമ്മുടെ ഈ ഭാഗവത പുരാണം പോലെയുള്ള നമ്മുടെ ശ്രുതി സ്മൃതി പുരാണ ഇതിഹാസ ഗ്രന്ഥങ്ങളുടെ തത്വവിശകലനം എന്ന് വെച്ചാൽ ഇന്നലെ പറഞ്ഞവരുടെ അറിവിൽ നിന്നുകൊണ്ട് ഇന്ന് താനും ബോധിച്ചതിന്റെ അറിവ് കൂടി കൂട്ടിക്കലർത്തി മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കുകയാണ് ഭാഗവതന്മാർ ചെയ്യുന്നത്. അവരുടെ മനസ്സ് പോലെ, അവരുടെ ഹൃദയം പോലെ നിർമ്മലമാണ് ആ ആകാശത്തിന്റെ അതാണ് അതിന്റെ പ്രതീകം എന്നാണ്. പിന്നെ മേഘങ്ങളോ, അത് മുനികളെ പോലെ. മേഘങ്ങൾ വളരെ ശാന്തമാണ്, മുനികളോ ശാന്തമാണ്. അപ്പൊ മുനികളോ
ദാനശീലവും ഉള്ളവരാണ്. പിന്നെ അവിടെ എന്താണ്? മത്സ്യം വെള്ളം പറ്റുന്നത് അറിയുന്നില്ല എന്നതുപോലെ വിഷയാസക്തർ ആയുസ് പോകുന്നത് അറിയാത്തതുപോലെ. എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അതിൽ നിന്ന് ഒന്നാമതായിട്ട് ശരത്കാല ഋതുവിന്റെ വിശദീകരണത്തിൽ നിന്നും ബോധിക്കേണ്ടത്, ഒന്ന്, ജലാശയങ്ങൾ പോൽ കലങ്ങി മറിയരുത്. രണ്ടാമത്, വിഷയാസക്തി ഉണ്ടാകരുത്. മൂന്നാമത്, മുനികളെ പോലെ ജീവിക്കണം. ഇനി നമുക്ക് വേണുഗാനം എന്നുള്ള ഭഗവാന്റെ ആ ലീലയുടെ താല്പര്യം എന്താണെന്ന് നോക്കാം. വേണുഗാനം. പശുക്കളെയെല്ലാം മേയാൻ വിട്ടതിന് ശേഷം കണ്ണൻ ജഗന്മോഹനമായ രീതിയിൽ വേണുഗാനം പൊഴിക്കുമായി. വിരഹവേദനയാൽ തപ്തകളായ ഗോപി മനസ്സുകളിൽ ഭഗവത് രൂപം അപ്പോൾ അങ്ങോട്ട് പ്രകാശിക്കും. ശിരസിലെ വീലിത്തിരുമുടി, തൃക്കാതിലെ കർണികാരകുസുമം, അരയിലെ പീതാംബരപ്പെട്ട്, തൃക്കഴുത്തിൽ വലമാലയും അണിഞ്ഞ് നൃത്തക്കാരനെ പോലെയുള്ള ഭഗവത് സ്വരൂപം എത്ര എത്ര മനോഹരമായതാണ്. വനത്തിലെ പക്ഷിമൃഗാദികൾ എത്ര ഭാഗ്യശാലികൾ. എന്തേ അവർക്ക് ഈ ഭഗവാനെ എത്ര കാണാൻ കഴിയുന്നു? ചരങ്ങളെ അചരങ്ങളും അചരങ്ങളെ ചരങ്ങളുമാക്കി തീർക്കുന്ന വേണുഗാനം നമുക്ക് വേണ്ടതുപോലെ ആസ്വദിക്കാനാകുന്നില്ലല്ലോ. ഇതാണ് ആരുടെ ദുഃഖം? ഗോപികകളുടെ ദുഃഖം. ഇപ്പൊ വേണുഗാനം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? അനാഹതധ്വനിയാണ്. അനാഹതധ്വനി. ഇപ്പൊ ഒക്കെ ആഹതമാണ്. ആഹതം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടിയടിച്ചുണ്ടാകുന്ന ശബ്ദത്തെയാണ് ആഹതം എന്ന് പറയുന്നത്. അനാഹതം എന്ന് പറഞ്ഞാലോ കൂട്ടിയടിച്ചുണ്ടാകുന്നതല്ല, ഒന്നിൽ നിന്ന്. അത് കാരണം ആ ശബ്ദത്തെ നമുക്ക് എത്രയും വ്യക്തമാക്കി ബോധിപ്പിക്കുവാൻ സാധ്യമല്ല. അത് നമുക്ക് കണ്ടോ കേട്ടോ അറിയുവാൻ കഴിയുന്ന ഒരു ശബ്ദമല്ല. ഗുരുപദേശത്തോടുകൂടി നമ്മൾ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ അനാഹത ധ്വനിയെ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും. ആ അനാഹത ധ്വനി, ആ നാദം നമ്മിൽ ഉണർന്നാലോ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും അതുപോലെ ഏത് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലും നമുക്ക് ആ നാദത്തിലേക്ക് അങ്ങോട്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാലോ നമ്മൾ നിശ്ചലരാകും, ശാന്തരാകും. അതാണ്. അപ്പോൾ ഈ വേണുഗാനം, ഭഗവാന്റെ ആ മുരളി വായനയുടെ പ്രതീകം എന്താണ്? അത് അനാഹതധ്വനിയുടെ പ്രതീകമാണ്. അപ്പോഴോ അതെന്ത് ചെയ്യണം? അപ്പോ ഗോപികളെ വിരഹത്താൽ മനസ്സ് ഭഗവാനിലേക്ക് ഒഴുകി എന്നതുപോലെ നമ്മുടെ മനസ്സും ഭഗവാനിലേക്ക് ഒഴുകണം. നമ്മുടെ മനസ്സും ഈശ്വരനിലേക്ക്, ഭഗവാനിലേക്ക്, സത്യത്തിലേക്ക്, ധർമ്മത്തിലേക്ക് ഒഴുകണമെങ്കിൽ എന്തു ചെയ്യണം? അതിനെ സദാ സ്മരിക്കണം, മന്ത്രം ജപിക്കണം. അപ്പൊ മന്ത്രം ജപിച്ച് 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 അങ്ങോട്ട് പോകുമ്പോഴോ നമ്മുടെ ചിത്തം നിശ്ചലമാകും. നമ്മുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന അന്ധകരണം നിശ്ചലമാകും. സ്റ്റിൽനെസ്, അതാണ് ഞാനില്ലാത്ത അവസ്ഥ. ധ്യാനത്തിന്റെ പരമോന്നതമായ തലത്തിലേക്ക് മന്ത്രജപം നമ്മെ കൊണ്ടെത്തിക്കും. അങ്ങനെ മനസ്സ് നിശ്ചലമാകുമ്പോഴോ അനാഹതധ്വനി, നമ്മുടെ അനാഹത ചക്രത്തിന്റെ പരിശുദ്ധി കൊണ്ട് പുറത്തെങ്ങു നിന്നും ശ്രവിക്കുവാൻ സാധിക്കാത്ത, കണ്ടും കേട്ടും അറിയുവാൻ കഴിയാത്ത ഒരു നാദത്തിന്റെ. അപ്പൊ പലരും ചിന്തിക്കുക, അല്ല സ്വാമി പല പുസ്തകങ്ങളിലും വീണയുടെ, ഇടിമിന്നലിന്റെ ആ ശബ്ദം ഈ ശബ്ദം എന്നൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയും കേൾക്കാം, ഇങ്ങനെ കേട്ടുകൂടോ എന്ന് വിധിയില്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. ഈ പറഞ്ഞ് വ്യക്തമാക്കുന്ന ഒരു ശബ്ദമല്ല അനാഹത ധ്വനി എന്ന് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിലും വ്യക്തമാക്കുകയാണ്. കാരണം ആ ഒരു നാദത്തെ, ആ ഒരു ശബ്ദത്തെ നമുക്ക് പുറത്തു നിന്ന് കേൾക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ പുറത്തു നിന്ന് കേട്ടറിയാൻ കഴിയാത്ത ഒരു ശബ്ദത്തെ എങ്ങനെ നമുക്ക് വിശദമാക്കാൻ പറ്റുക? എങ്ങനെ നമുക്ക് അറിയിപ്പിക്കാൻ പറ്റുക? ഈ പഞ്ചസാരയുടെ മധുരം പോലെ
മധുരത്തെ നമുക്ക് എങ്ങനെ വ്യക്തമാക്കാൻ പറ്റും? അത് കയ്പല്ല, പുളിയല്ല, ചവർപ്പല്ല, എരിവല്ല എന്നൊക്കെ പറയാനല്ലേ പറ്റൂ, അല്ലേ? എന്നതുപോലെ തന്നെയാണ് ഈ അനാഹത ധ്വനിയുടെ അനാഹതനാദം ഉണർന്നാലുമുള്ള സംഭവം. അത് നമുക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന ഒരു സത്യമാണ്. സാധകർക്ക്, ഉപാസകർക്ക്, ഗുരു കൃപയോടുകൂടി മന്ത്രം ജപിക്കുന്നവർക്ക്. അപ്പൊ അനുഷ്ഠാനത്തിന്റെ ഫലം അങ്ങോട്ട് ഉണ്ടാകുമ്പോഴോ ഏത് സാഹചര്യത്തിലും നമുക്ക് ശാന്തമാകുവാൻ സാധിക്കും. ഇനി ഇവിടെ ഒരു മന്ത്രം നിഷ്ഠയോടുകൂടി വളരെ കാലം ജപിക്കുമ്പോൾ അനാഗത ധ്വനി ഉണ്ടാകും. അനാഗത ധ്വനി ഉണ്ടായാൽ എന്തേ അർത്ഥമുള്ളൂ? മനസ്സ് ഏകാഗ്രമായി എന്നേ വാസ്തവത്തിൽ അർത്ഥമുള്ളൂ. വിക്ഷേപം കുറഞ്ഞു. കാരണം മലം, വിക്ഷേപം, ആവരണം ഇതാണല്ലോ ഈ സംസാരത്തെ ഉള്ളതാക്കി വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് കുറയുന്നു. അപ്പൊ അതിൽ ഉറയ്ക്കുവാൻ എന്ത് വേണം? ഈശ്വരനെ, അതായത് ആത്മസ്വരൂപത്തെ, നമ്മുടെ നിജസ്വരൂപമായിരിക്കുന്ന ആത്മഭാവത്തെ. ഇന്ദ്രിയാതീതമാണത് വാസ്തവത്തിൽ, ഇന്ദ്രിയ പ്രത്യക്ഷമല്ല. ഇന്ദ്രിയ പ്രത്യക്ഷമായത് മാത്രമേ നമുക്ക് വാക്കുകളെ കൊണ്ട് വ്യക്തമാക്കാൻ പറ്റൂ. നിജമായിരിക്കുന്ന, സ്വന്തമായിരിക്കുന്ന ആ അനുഭവം, ആത്മാനുഭവം, അത് അനുഭവാതീതമാണ്. അത് വാക്കുകളെ കൊണ്ട് വ്യക്തമാക്കുവാൻ സാധിക്കുന്നതല്ല. അതിന് സാധിക്കണമെങ്കിൽ നമ്മൾ ആ സച്ചിദാനന്ദം ബ്രഹ്മ എന്ന് പറയുന്ന ആ കട്ടിപിടിച്ച ആനന്ദത്തെ യാതൊരു വിഷയത്തിന്റെയും അപേക്ഷയില്ലാതെ ആസ്വദിക്കുവാൻ കഴിയണം. അപ്പോ നമുക്കതിനെ അറിയുവാൻ കഴിയും. അത് വാക്കുകളെ കൊണ്ട് വ്യക്തമാക്കുവാൻ പറ്റുന്നതല്ല. അത് ഇന്ദ്രിയാതീതമാണ്. എന്ന് വെച്ചാൽ ആവരണ ഭംഗം നടക്കണം. അതായത് നമ്മിലെ ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനം നശിക്കണം. അതാണ് വസ്ത്രാപഹരണം. പിന്നീട് ഭഗവാന്റെ ലീല വസ്ത്രാപഹരണമാണ്, അല്ലേ? ബാലസ്ത്രീകളുടെ തുകിലും വാരിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്താണ് ആ വസ്ത്രാപഹരണ ലീല? അതായത് ആവരണ ഭംഗം. ഞാൻ ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല. ഞാൻ യഥാർത്ഥമായിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ആത്മചൈതന്യം തന്നെയാണ് എന്നുള്ള അവബോധത്തിന്റെ ഉയർന്ന തലമാണ് വസ്ത്രാപഹരണ ലീലയുടെ രഹസ്യം. തന്നെ നഗ്നത പരിശുദ്ധിയുടെ ലക്ഷണമാണ്. ഇരിക്കട്ടെ. അപ്പോ ഈ വസ്ത്രാപഹരണ ലീലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സൗന്ദര്യം, സംഗീതം, കരുണ തുടങ്ങിയ ഗുണങ്ങളാൽ ഗോപികകൾക്ക് എന്താണ്? ഭഗവാനെ പിരിയാൻ കഴിയാതെയായി. അങ്ങനെ നന്ദനന്ദനെ ഭർത്താവായി കിട്ടുവാൻ വേണ്ടിയിട്ട് അവര് വ്രതം ആചരിച്ചു. വൃശ്ചിക മാസത്തിലാണ് വ്രതം ആചരിച്ചത്. നിവേദ്യങ്ങളൊക്കെ ആയിട്ട് അവര് പാട്ടുപാടി കാളിന്തി നദിയിലെത്തും. കുളി കഴിഞ്ഞ് മണൽ കൊണ്ട് അവര് ദേവി വിഗ്രഹം ഉണ്ടാക്കും. എന്നിട്ടോ നന്ദഗോപസുതനായ കൃഷ്ണനെ ഭർത്താവായി കിട്ടണം, ഇതാണ് അവരുടെ പ്രാർത്ഥന. എന്നിട്ടോ വ്രതത്തിന്റെ അവസാനം അവരെന്ത് ചെയ്യും? നഗ്നരായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വ്രതത്തിന്റെ അവസാനം, മാസത്തിന്റെ അവസാന ദിവസം അവര് നഗ്നരായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താണ്? ഭഗവാൻ എത്തി. നഗ്നത പരിശുദ്ധിയുടെ ലക്ഷണമാണെങ്കിലും കുളത്തിൽ, ഗംഗയിൽ നഗ്നമായിട്ട് കുളിക്കുവാൻ ശാസ്ത്രം അനുവദിക്കുന്നില്ല. സന്യാസിമാർക്ക് ആവാം, കാരണം സന്യാസിമാർ വാസ്തവത്തിൽ ദിഗംബരന്മാരാണ്. പിന്നെ മറ്റുള്ളവർക്ക് ശരീരബോധവും നാണവും ലജ്ജയൊക്കെ ഉള്ളതുകൊണ്ട് അവർ എന്താ പറയുക, ആ വ്യവഹാരത്തിന്റെ, ധർമ്മത്തിന്റെ ഒരു സ്ഥാപനത്തിന് അതിന്റെ ഒരു പോഷണം, അതിന്റെ ഒരു ഇതിനു വേണ്ടി മാത്രം കവി ആ വസ്ത്രം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നഗ്നത പരിശുദ്ധിയുടെ ലക്ഷണമാണെങ്കിലും ഗംഗയിൽ നഗ്നമായിട്ട് കുളിക്കുവാൻ വിധിയില്ല. അപ്പൊ അവര് വ്രതം ആചരിച്ചാലും അവിടെ എന്താണ്? വ്രതദോഷവും വ്രതഭംഗവും വരുത്തിയിട്ടുണ്ട്. എന്തായാലും തന്നെയല്ലേ ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രത്യക്ഷമാകുന്നത്. അപ്പോ ഭഗവാൻ അവിടെ എത്തിയിട്ട് എന്താ പറഞ്ഞേ? കഥ നമ്മളിവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്, കഥ പറയുന്ന സന്ദർഭത്തെ. അതുകൊണ്ട് അതിവിടെ നമുക്ക് കൂടുതൽ പറയേണ്ടതായിട്ടില്ല. അപ്പൊ 2 കയ്യും തലയിൽ വെച്ച് അവര് തൊഴുതു. മരപ്പാവകളെ പോലെ അവരെ കളിപ്പിച്ച് അവമാനിച്ചിട്ടും പ്രേമഭക്തി കുറഞ്ഞില്ല.
അവരെ എങ്ങനെയെല്ലാം പരീക്ഷിച്ചിട്ടും അപമാനിച്ചിട്ടും ദുഃഖിപ്പിച്ചിട്ടും എന്താണ് അവർക്ക് ഗുരുവിനോട് ഈശ്വരനോടുള്ള ആ ഭക്തി, ആ ആദരവ് കുറഞ്ഞില്ല. അപ്പോഴാണ് ഭഗവാൻ അടുത്തു വരുന്ന ശരത്കാല രാത്രിയിൽ നിങ്ങളുടെ അഭീഷ്ടം ഞാൻ സാധിച്ചു തരാം എന്ന് പറയുന്നത്. എന്താ കാരണം? വറുത്തു പൊടിച്ച വിത്ത് അമൃതിനാലും മുളയ്ക്കാത്തതുപോലെ എന്നിലുള്ളതായ കാമം സംസാരത്തിന് കാരണമാകില്ല. അപ്പൊ നമുക്ക് ഈശ്വരീയമായിരിക്കുന്ന ശക്തിയും ആ ഈശ്വരീയമായ ശക്തിയാണ് നമ്മുടെ ത്രിപുരാശ്രമത്തിൽ ത്രിപുരാശക്തി എന്നുള്ള നാമത്തിലും രൂപത്തിലും നമ്മൾ പുറത്തേക്ക് പ്രകടമാക്കുന്നത്, വ്യക്തമാക്കുന്നത്. എല്ലാം ഈശ്വര സ്വരൂപമാണ്. പക്ഷെ അത് എല്ലാവർക്കും ബോധിക്കുവാൻ കഴിയുന്നല്ല എല്ലാം ഈശ്വര സ്വരൂപമാണ്. അപ്പോ ഇവിടെ ഈശ്വരനിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ആ ഗുരു അല്ലെങ്കിൽ ആ യതി അല്ലെങ്കിൽ ആ ഭക്തൻ പിന്നെ ഈ സമൂഹത്തിൽ അത് എങ്ങനെ ജീവിച്ചാലും പിന്നീട് അവർക്ക് എന്താണ് ഈ സംസാരം എന്ന് വെച്ചാൽ പുനരപി ജനനം പുനരപി മരണം എന്ന് പറയുന്ന ഈ സംസാരത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുവാൻ അവർക്ക് വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല. മോക്ഷമാണ്. അപ്പൊ ഇവിടെ ഈ വസ്ത്രാപഹരണം എന്ന് പറഞ്ഞാൽ അത് സ്വരൂപവൃത്തി വികസിപ്പിക്കലാണ്. എന്നുവെച്ചാൽ ഞാൻ ആത്മാവാണ്, ചൈതന്യമാണ്, സത്യമാണ്, ധർമ്മമാണ്. ഞാൻ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ കാണുന്നതോ കേൾക്കുന്നതോ ആയിട്ടുള്ള ഒന്നുമല്ല. ഞാൻ യഥാർത്ഥമായിരിക്കുന്ന പരബ്രഹ്മ വസ്തു തന്നെ. ഈ അവബോധമാണ് യഥാർത്ഥത്തിൽ വസ്ത്രാപഹരണം. ഇവിടെ ഒരു കാത്യായനി വ്രതമാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ കാത്യായനിയുമുണ്ട് കാർത്യായനിയുമുണ്ട്. കാർത്യായനി എന്ന് പറഞ്ഞാൽ ദുർഗ പാർവതിയാണ്. കാത്യായനി എന്ന് പറഞ്ഞാൽ അറിവ് ഒഴിവാക്കിയിട്ട് കാത്യായനി എന്ന് പറഞ്ഞാലോ അത് ലക്ഷ്മിയാണ്. അപ്പൊ കാത്യായനി വ്രതമാകുമ്പോൾ അവിടെ ലക്ഷ്മിയെ ഉപാസിക്കുന്നു, കാർത്യായനി ആകുമ്പോൾ അവിടെ പാർവതിയെ ദുർഗയെ ഉപാസിക്കുന്നു. അപ്പൊ ഈ നഗ്നതയോട് കൂടിയിട്ട് ഗോപികമാര് ഭഗവാനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. എന്താ നഗ്നതയോട് കൂടിയ നമസ്കാരത്തിന്റെ ലക്ഷണം? ശരീരബോധമില്ലാത്ത ശരണാഗതിയാണ്. ഈ ശരീരബോധമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് ഗുരുവിന്റെയും ദേവതയുടെയും മുമ്പിൽ ഇങ്ങനെ തലയിൽ മുകളിൽ കൈ വെച്ച് നമസ്കരിക്കുവാൻ കഴിയുകയില്ല ശരീരബോധമുള്ളവർക്ക്. അപ്പോ ഇവരുടെ ശരീരബോധം നശിച്ചു എന്നാണ് ആ നമസ്കാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നഗ്നതയോടുകൂടി. അപ്പൊ ഈ നഗ്നമായ കുളി എന്താണ്? അത് വാസ്തവത്തിൽ തിരസ്കാരമാണ്. സൂചിപ്പിച്ചു. അത് വാസ്തവത്തിൽ ഗംഗയെ അപമാനിക്കലാണ്. അപ്പോ ആവരണ ഭംഗം വരുത്തലും കന്യകകളെ പരിശുദ്ധമാക്കലുമാണ് വസ്ത്രാപഹരണ ലീലയിൽ നിന്നും നമ്മൾ ബോധിക്കേണ്ടതായിരിക്കുന്ന ആത്മീയ തത്വം. പിന്നീട് എന്താണ്? വിപ്രപത്നി അനുഗ്രഹം എന്ന് പറയുന്ന കഥയാണ് പിന്നീട് നമുക്ക് ശ്രവിക്കുവാൻ, അതായത് അറിയുവാനായിട്ട് കേൾക്കുവാനായിട്ട് സാധിച്ചത്. അവിടെ എന്താ? ഗോപകുമാരന്മാരുടെ ആഗ്രഹം നിറവേറ്റുന്നതും അതുപോലെ പ്രൗഢകളെ അനുഗ്രഹിക്കുന്നതുമായ ലീലയാണ്. ഇവിടെ ഇപ്പൊ കന്യകകളെയാണ് ഭഗവാൻ വസ്ത്രാപകരണ ലീലയിലൂടെ അനുഗ്രഹിച്ചത്. ഇവിടെ ഈ പ്രൗഢകളെ, ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുന്ന പ്രൗഢകളെയാണ് ഭഗവാൻ ഇവിടെ അനുഗ്രഹിക്കാൻ പോകുന്നത്. അതായത് ഇവിടെ ബ്രാഹ്മണരെ എന്താണ്? അവര് വേദവാദരതരാണെന്ന് വെച്ചാൽ സ്വർഗകാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിലേതായിരിക്കുന്ന സുഖം തന്നെ ഏറ്റവും കൂടുതൽ സമയം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെയാണ് സ്വർഗകാമരെ എന്ന് പറയുന്നത്. ഇവർ വാസ്തവത്തിൽ സ്വർഗത്തിലേക്ക് പോകാനാണ്. ഇന്ദ്രലോകത്തിലേക്കും ചന്ദ്രലോകത്തിലേക്കും അതുപോലെ ബ്രഹ്മലോകത്തിലേക്കും വൈകുണ്ഠത്തിലേക്കും മണിദീപത്തിലേക്കും കൈലാസത്തിലേക്കും അങ്ങനെയുള്ള ദേവലോകങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പുരോഹിതന്മാര്, വൈദിക താന്ത്രിക മാന്ത്രിക പുരോഹിതന്മാര് യത്നം ചെയ്യുന്നത്. അപ്പൊ അവർക്ക് യഥാർത്ഥ ഭക്തി ഉള്ളവരാണോ? സത്യത്തിൽ യഥാർത്ഥ ഭക്തി ഉള്ളവരല്ല. യഥാർത്ഥ ജ്ഞാനമോ യഥാർത്ഥ ഭക്തിയോ യഥാർത്ഥ അവബോധമോ അറിവോ അവർക്കില്ല.
അപ്പോ അവർക്ക് ഐശ്വര്യവും ആഭിജാത്യവും വിദ്യയും എല്ലാം ഉണ്ടെങ്കിലും ഭക്തി ഉണ്ടായിരുന്നില്ല. ഭക്തി. എന്നാ ഈ ഗുണങ്ങളൊന്നുമില്ലെങ്കിലോ ഉന്നത കുലത്തിൽ ജനിച്ചിട്ടില്ല, ഉന്നതപരമായ വിദ്യാഭ്യാസമില്ല, അതുപോലെ യാതൊരു സംസ്കാരവും അറിവും ഒന്നുമില്ല, എങ്കിലും ഭക്തി ഉണ്ടാകാം. ഭക്തി ഉണ്ടാകാൻ ഏത് അച്ഛന്റെയോ അമ്മയുടെയോ മകനായി ജനിച്ചാലും, ഏത് ജാതിയിലോ മതത്തിലോ രാഷ്ട്രത്തിലോ പിറന്നാലും ഭക്തി ആർക്കും ഉണ്ടാകാം. എന്നാൽ ഒരു പ്രത്യേക ദേശത്തോ ഒരു പ്രത്യേക സമുദായത്തിലോ ഒരു പ്രത്യേക കുലത്തിലോ പ്രത്യേക സംസ്കാരത്തിലോ ജനിച്ചു എന്നതുകൊണ്ടോ ഭക്തി ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല. അതാണ് ഭക്തിയുടെ പ്രത്യേകത. ഭക്തി ആർക്കും ഉണ്ടാകാം, ആർക്കും ഉണ്ടാകാതിരിക്കാം. അപ്പോ യജ്ഞപത്തികളിലെയും ഇപ്പൊ ഇവിടെ നമ്മൾ കഥയിൽ കണ്ടു, മറ്റേ ബ്രാഹ്മണ പുരോഹിതന്മാര് ഭഗവാന് ഭക്ഷണം കൊടുത്തില്ല. അവിടെ ആ യജ്ഞപത്നികള് അത് കേട്ടതും ഭഗവാന്റെ അടുക്കിലേക്ക് ഭക്ഷണ സാധനങ്ങളുമായിട്ട് പോയി. അങ്ങനെ പൂത്തു നിൽക്കുന്ന അശോക വൃക്ഷച്ചുവട്ടില് ഇടത് ബാലചുമലിലും വലത് കൈയിൽ താമരപ്പൂവും ധരിച്ചിരിക്കുന്ന ആ നീലശ്യാമനാം ഭഗവത് സ്വരൂപം അതിമനോഹരമായി കൊണ്ട് തന്നെ നമ്മുടെ വിപ്രപത്നികൾക്ക്, പ്രൗഢകൾക്ക് ദർശിക്കുവാനും ആസ്വദിക്കുവാനും സാധിച്ചു. ഭഗവാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ധർമ്മം പതിവ്രതാധർമ്മം, പാതിവൃത്യമാണ്. അപ്പൊ ഇനിയിപ്പോ എന്നിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും ശാരീരികമായ അടുപ്പമല്ല ആവശ്യം, മാനസികമായ അടുപ്പമാണ്. അതിന് സർവസമർപ്പണമാണ് ആവശ്യം. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുമെന്ന് ഭഗവാൻ അവരെ ബോധിപ്പിക്കുന്നുണ്ട്. സുമംഗലികളുടെ കർത്തവ്യകർമ്മത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ആ സുമംഗലികളെയും ഭഗവാൻ അനുഗ്രഹിക്കുന്ന ലീലയാണ് നമുക്ക് ആ വിപ്രപത്നി അനുഗ്രഹത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഗോവർദ്ധനോദ്ധാരണം, അതുപോലെ ഗോവിന്ദാഭിഷേകം, അതുപോലെ എന്താ പറയാ ഏകാദശി വ്രതം, രാസലീല തുടങ്ങിയിരിക്കുന്ന കഥകളുടെയൊക്കെ തത്വത്തെയാണ് വിശകലനം ചെയ്യുവാനായിട്ട് ഉള്ളത്. എന്തായാലും ഇപ്പൊ നമുക്ക് ആ ഗോപികാഗീതം നമ്മളിവിടെ ഭാഗവതത്തിലെ മൂലത്തെ ഇതുവരെ നമ്മൾ അങ്ങനെ കൂടുതൽ ഇവിടെ പാരായണം ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ഇനിയിപ്പോ രാസലീലയെ വിശദീകരിക്കുവാൻ അതിന്റെ സന്ദർഭത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ആ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ നമ്മുടെ 31ാമത്തെ അധ്യായത്തിലെ ആ ഗോപികാഗീതം ഒന്ന് പാരായണം ചെയ്തിട്ട് ഈ തത്വവിശകലനം തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് പിന്നീട് നമുക്ക് തുടർന്ന് വീണ്ടും പറയാം. ഇന്ന് ഞാൻ ഈ ഗോപികാഗീതത്തെ ഒന്ന് ഇവിടെ പാരായണം ചെയ്യുവാൻ പോവുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോപ്യാഊജുഹോം ജയതി ദേവികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൃശ്യതാ ദിക്ഷുതാവഗാ ത്വയി വൃദാ സവസ്വാം വിജിന്നതേ ശരദുദാശയേ സാധുജാതസൻ സരസിജോധരാ ശ്രീമുഷാദൃശാ സുരതനാദതേ ശുൽക്കദാസികാ ഭരതനിഘ്നതോ നേഗ കിം വദ വിഷജലാപ്യയാൻ വ്യാളരാക്ഷസാ വർഷമാരുതാൻ വൈദിദാനലാൻ വിഷമയാത്മജാൻ വിശ്വദോ ഭയാൻ ഋഷഭതേ വയം രക്ഷിതാമുഹോ നഖലു ഗോപികാ നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മധൃം
വിഘനസാത്തിതോ വിശ്വഗുപ്തയേ സഗപുദേയിവാൻ സാത്വതാംഗുലേ വിരചിതാഭയം വൃഷ്ണിദുര്യത്തെ ചരണമീയുഷാം സംസൃതിർഭയാൻ നരസരോരുഹം കാന്തകാമതം ശിരസി ദേഹിന ശ്രീകരഗ്രഹം വ്രജജനാർത്തികൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിതാം ഭജസഖേ ഭവൻ കിങ്കരീസ്മനോ ജലരുഹാനനം ചാരുദർശയാം പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിപണാർപ്പിതം തേ പദാംബുജം തൃണഭുജേഷു നാം കൃന്ദിഹൃക്ഷയം മധുരയാ ഗിരാ വൽഗുവാക്യയാ ഉദമനോജ്ഞയാ പുഷ്കരേക്ഷണാ വിധികരീരിമാ വീരമുഹ്യതീരധരതി പുനാപ്യായസ്വനാം തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാവകം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാ പ്രഹസിതം പ്രിയാ പ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിദോ യാ ഹൃദി സ്പൃശാ കുഹകനോ മന ക്ഷോഭയന്തി ചലതി യൻ വ്രജാ ചാരയൻ പശൂൻ നളിന സുന്ദരം നാദതേ പദം ശിലകൃണാംഗുരേ സീദതി ദിദീന്ന കലിലതാമന കാന്തഗച്ഛതി ദിനപരീക്ഷയേ നീലകുന്തളേ വനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹോർ മനസി ന സ്മരം വീരയച്ഛസി പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധ്യേയമാപതേ ചരണപങ്കജം ശന്തമം ച തേ രമണനസ്തനേഷ്വർപ്പയാദികൻ സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുട്ടുചുംബിതം ഇതരരാഘവേ സ്മാരണം നൃണാം വിതരവീരനാസ്തധരാമൃതം അടരിയത് ഭവാൻ അന്നികാനനം ത്രുടിർയുകായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ജതേ ജഡ ഉദീക്ഷതാ പശ്മകൃദൃശാം പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യതേച്യുതാഗത യതി വിദർത്തവോൻ ഗീതമോഹിതാ ഇതവയോഷിതാം കത്യജേനിഷേ രഹസി സംവിതം പ്രത്യയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യതാമത്തെ മുഹുരതിസ്പൃഹാ മുഹ്യതി മനാ വ്രജവനൗകസാം വ്യക്തിരംഗത്തെ പ്രതിനഹന്ദ്രലം വിശ്വമംഗളം യജമനാർച്ചനാസ്ത്വത്സ്പൃഹാത്മനാം സ്വജനഹൃദൃചാ എന്നിഷോദനം യത്തെ സുജാതചരണാംബുരുഹം സ്തനേഷു
ഭീതാശനൈ പ്രിയതീമഹി കർക്കശേഷോ തേനാടവേ മടസി തദ്വ്യതരേന കിംസി പൂർപ്പാദിഭിർഭ്രമതിഭിർഭവദായുഷാം നാം. ഓം തത്സന്നിധി ശ്രീമദ് ഭാഗവതേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നാരായണീ നമഃ. ഇനിയും നമുക്ക് ഭഗവാന്റെ ആ രാസലീല മുതലായിരിക്കുന്ന ലീലകളുടെ കഥ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവയുടെ തത്വം വിശകലനം ചെയ്യുവാനായിട്ട് ആരംഭിക്കാം. ആ ഗോവിന്ദാഭിഷേകവും അതുപോലെയുള്ള ആ ഭഗവാന്റെ ലീലകളുടെ തത്വം എന്താണെന്ന് നമുക്ക് അറിയുവാൻ ശ്രമിക്കാം.